കുടിച്ചോ. പക്ഷെ ഇവിടെ വെള്ളം കുറവല്ലേ. തണുത്ത് കുറച്ചതാ ഒരു ചായ കുടിക്കട്ടെ കേട്ടാ, ഒന്ന് ചൂടാകട്ടെ മൊത്തത്തില്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇത്രയും ദിവസം നട്ടപ്പാതിരാക്ക് നട്ടം തിരിഞ്ഞ് നടക്കുകയായിരുന്നു അല്ലേ. അപ്പം നമ്മള് മൂന്നാറിലാണ്. ഒരു മൂന്നാർ വീഡിയോ ചെയ്തതാണ്, പക്ഷെ ഇപ്പോൾ ഭയങ്കര സീസൺ ആയതുകൊണ്ട് ഞങ്ങൾ ഒന്നും കൂടെ പോവാണ് അല്ലേ. മൂന്നാറിന്റെ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് അല്ല നമ്മളെ ഉദ്ദേശം. നമ്മള് ഗ്രാമങ്ങളിലൂടെ മൂന്നാറിന്റെ ഉള്ളേരിയിലൂടെ ഒക്കെ പോവാം. അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ എടുക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അവിടുത്തെ കുറേ കൃഷിയിടങ്ങളും നമ്മളധികം കാണാത്ത കുറേ സ്ഥലങ്ങൾ, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മൂന്നാറിൻ്റെ പല പല ഭാഗങ്ങളിലുള്ള വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണാം. അതെ, ഇപ്പം ഞങ്ങൾ മാങ്കുളത്തേക്കാണ് പോകുന്നത്. മാങ്കുളം കുറച്ച് ഉള്ളേരിയാണ് മൂന്നാറിൻ്റെ. അപ്പോൾ അങ്ങോട്ടുള്ള റൂട്ടാണിത്. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് മാങ്കുളത്തേക്ക് പോണ വഴിയിൽ നല്ല രസമുള്ള സ്ഥലം കിട്ടി. ഞങ്ങളുടെ ബാക്കിൽ ഏലത്തോട്ടാണ്. ബാക്കിൽ ഫുള്ള് ഏലത്തോട്ടാണ്. ഈ റോഡ് നോക്കിയ നല്ല രസമുണ്ട് ഇങ്ങനെ ഈ ഏലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ. അതെ, നല്ല കിളികളെ സൗണ്ട്, നല്ലൊരു ഫ്രഷ് അപ്പിയറൻസ് ആണ് ഇവിടെ ഉള്ളത്. ഉണ്ടോ? ഞങ്ങളുടെ വണ്ടി ഉണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ ചെറിയൊരു വാട്ടർഫോൾ പോലെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഞങ്ങൾ അതിലൊന്ന് അരുവിയാണ് കേട്ടോ, ചെറിയ കാട്ടരുവിയാണ് ഏലത്തോട്ടത്തിന്റെ നടുകൂടിൽ. അപ്പൊ അത് ഞങ്ങൾ കണ്ടപ്പോൾ ഇവിടെ നിർത്തിയതാണ്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടാലോ? ആ അരുവിയും അടിപൊളി സ്ഥലമാണ്. അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. അഡ്വഞ്ചർ, കമോൺ ചാടിക്കോ. പാറ വൈക്കൂട്ടാ. പൂവ്യ വെള്ളത്തിലും തൊട്ടോക്ക, തണുപ്പുണ്ടോക്കെ? തണുപ്പുണ്ടാ? വാ, നല്ല തണുപ്പുണ്ടാ? ഒല്ലൂ, ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് തോന്നുന്നു പൂവിയെ. ആനപ്പിണ്ടൊക്കെ കണ്ടോ ഇവിടെ, ഇതുണ്ടോ? എനിക്ക് തോന്നുന്നു ഇവിടെ ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ്. ഇത് കണ്ടിട്ട് കുറച്ച് ഫ്രഷും ആണ്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്നും അറിയില്ല ഇനി കേട്ടോ. അതെ, അതെ അതെ അതെ. ആനപ്പിണ്ടം ഉണ്ട് കേട്ടോ ക്രിയേറ്റിവിറ്റിയില്. കണ്ടോ, നല്ല അടിപൊളി കാട്ടരുവി. അപ്പൊ ഇത് കണ്ടോ, ഞങ്ങളുടെ ചുറ്റുപുറം നല്ല കാടാണ്, ഏലക്കാടാണ് ഇവിടെ. ഇങ്ങനെ അപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ആന ഉണ്ടാവും ഈ കാടിനകത്ത്. നമുക്ക് കുറച്ചുള്ളിലേക്ക് ഒരിത്തിരി കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കാം, എങ്ങനെയുണ്ട് നമുക്ക് നോക്കാലോ. ഏലക്കാടാണ്. ഏലക്കാടിന് നടുക്കൂടെ ഇങ്ങനെ ചെറിയ അരുവിയാണ്. നല്ല രസമുണ്ട് ഇത് കാണാൻ, അതിങ്ങനെ ഒലിച്ചു വരുന്നു. ഇതൊക്കെ നല്ല പച്ച ഏലം, കാപ്പി. കാപ്പിക്കിടയിലെ ഏലത്തോട്ടം.
ഏലത്തോട്ടത്തിനിടയിലൂടെ ഒഴുകി വരുന്ന ചെറിയ കാട്ടരുവി. നല്ലൊരു വാട്ടർഫാളിന്റെ അടുത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കണ്ടോ, അടിപൊളി സ്ഥലം. മാങ്കുളം പോകുന്ന വഴി. അതെ, ബാക്കിൽ തേയിലക്കാടാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല തേയിലക്കാടല്ല, സോറി, ഏലക്കാടാണ്. അപ്പൊ നമുക്ക് വിട്ടാലോ ഇവിടുന്ന്? അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. അപ്പോ അതെ, അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യാ. ഇതുപോലത്തെ നല്ല നല്ല കിടിലം വീഡിയോസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ചെറിയ വീഡിയോസ് ആണ് ഇട്ടിടുന്നത്, അധികം ലെങ്ത് ഒന്നും ഇല്ലാത്ത. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. അപ്പൊ നിങ്ങൾ അടുത്ത ദിവസം ശരിക്കും ആന വരുമെന്നൊരു പേടിയുണ്ട് കേട്ടാ. സത്യമാണ്, ആന വരുമോ നല്ല പേടിയുണ്ട്. കാരണം ഫുൾ കാടാണ്. ഈ വെള്ളം മാത്രമേ ഉള്ളൂ, ഈ റോഡിൽ ഒരാളും പോകുന്നില്ല. അതെ, പിന്നെ വെള്ളത്തിന്റെ സൗണ്ട് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ അഥവാ വരികയാണെങ്കിൽ തന്നെ നമുക്ക് അറിയാനും പറ്റൂല. അതുകൊണ്ട് തന്നെ ഇവിടെ അധികം നേരം നിൽക്കുന്നത് അത്ര സേഫ് അല്ല. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് വിടുകയാണ്. അപ്പൊ നിങ്ങൾ മറക്കാതെ ഞങ്ങൾ എല്ലാ വീഡിയോസും കാണാം. ഓക്കെ, ആന ഇറങ്ങാറുണ്ടോ? അപ്പൊ ഇത് ആന ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. ഞങ്ങള് പോയി. അപ്പൊ ഞങ്ങൾ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ആന ഇറങ്ങുന്ന സ്ഥലം തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു ഭയങ്കര സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ കാടിന്റെ ഉള്ളിൽ നിന്ന്. അപ്പൊ അതാണ് പെട്ടെന്ന് ഇറങ്ങിയത് ഞങ്ങള്. ശരിക്കും ഒരു പേടി ഉണ്ടായിരുന്നു നിന്നപ്പോ. അപ്പൊ നമ്മൾ ആ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടെ നിൽക്കണേ. അതുപോലെ ലൈക്ക്, കമന്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.